ലീപ്പ് ഇയർ ഡേ ആയ ഫെബ്രുവരി 29 ജനിച്ചവരുടെ കൂട്ടായ്മയായ ലീപ്പ് ഇയർ ഫ്രണ്ട്സ് സംസ്ഥാന തലത്തിൽ രൂപപ്പെടാൻ ഇടയായ സാഹചര്യം ഒന്ന് പരിചയപ്പെടാം. ഒല്ലൂർ സ്വദേശിയായ ഷാജി റാഫേൽ തന്റെ സുഹൃത്തും മാധ്യമപ്രവർത്തകനുമായ ബൈജു ദേവസിയോട് ഫെബ്രുവരി 29 ജനിച്ച മറ്റുള്ളവരെ കണ്ടെത്താൻ എന്തു ചെയ്യണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ആവശ്യം പറഞ്ഞ് ഫോൺ നമ്പർ സഹിതം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞത്. തുടർന്ന് ബൈജു ദേവസിയുടെ യൂട്യൂബ് ചാനലായ ജിഞ്ചർ മാംഗോയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ട് 8 പേർ ഫോൺ ചെയ്തു. അവരിൽ 5 പേർ 2024 ജനുവരി 26 തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ മാവിൻ ചുവട്ടിൽ ഒത്തുകൂടി. ഷാജി റാഫേൽ കൂടാതെ KS മുരളീധരൻ, ബെറ്റ്സി ഫ്രാൻസിസ്, ഡേവിസ് താണിക്കൽ, ജിജോ പോൾ എന്നിവരാണ് ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തത്. അവിടെ വെച്ചാണ് ഫെബ്രുവരി 29 ഒന്നിച്ച് കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചതും ഒപ്പം ഒരു പേര് കണ്ടുപിടിച്ചതും. ബെറ്റ്സി ഫ്രാൻസിസ് ആണ് ലീപ്പ് ഇയർ ഫ്രണ്ട്സ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഈ ഒത്തുചേരൽ ബൈജു ദേവസി ഫോട്ടോയും വീഡിയോയും എടുത്ത് പത്രങ്ങൾക്കും ചാനലുകൾക്കും നൽകുകയായിരുന്നു. അങ്ങനെ കൂടുതൽ പേർ ബന്ധപ്പെടാൻ തുടങ്ങി. പിന്നീടുള്ള യോഗങ്ങൾ തൃശൂർ ആമ്പക്കാടൻ ജംഗ്ഷന് സമീപം ആദം ബസാറിന് എതിർവശത്തുള്ള പോൾ ഫ്രാൻസിസ് തറയിലിന്റെ ഓഫീസിലാണ് ചേർന്നത്. അംഗങ്ങളുടെ എണ്ണം കൂടി വരുന്നത് കണ്ടപ്പോൾ ഷാജി റാഫേൽ തന്നെയാണ് ഇത് ഒരു റെക്കോർഡ് അറ്റംപ്റ്റായി നടത്താം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. തുടർന്ന് ബൈജു ദേവസി സത്താർ ആദൂരിന്റെ കോൺടാക്ട് നമ്പർ നൽകുകയും അദ്ദേഹത്തെ ബന്ധപ്പെടുകയുമായിരുന്നു. തുടർന്നാണ് റെക്കോർഡ് അറ്റംപ്റ്റിന് അവസരമൊരുങ്ങിയത്. ഇതേക്കുറിച്ച് തൃശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനം നടത്തുകയും അത് വിവിധ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നത്തെ ജന്മദിനാഘോഷത്തിലേക്കും ദേശീയ റെക്കോർഡ് അറ്റംപ്റ്റിലേക്കും എത്തിയത്. തൃശൂരിന് പുറമെ എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നും ചെന്നൈയിൽ നിന്ന് പോലും ലീപ്പ് ഇയർ ഫ്രണ്ട്സിന്റെ റെക്കോർഡ് അറ്റംപ്റ്റിൽ പങ്കെടുക്കാൻ എത്തിയവർ ഉണ്ടായിരുന്നു. ഹായ്, എൻ്റെ പേര് പ്രിൻസി, സ്ഥലം വർക്കലയാണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ തൃശ്ശൂർ വന്നിട്ട് ഞങ്ങൾ റൂം എടുത്ത് ഇതിനു വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ 5:30 വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടെത്തുന്നത്. അതിന് ഷാജിയേട്ടന് ഫസ്റ്റ് താങ്ക്സ് പറയുന്നു. താങ്ക് യു. ഞാനിങ്ങനൊരു ഫംഗ്ഷനെ പറ്റിയിട്ട് അറിഞ്ഞത് ഒരു ഫോർവേഡ് മെസ്സേജിലൂടെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ തന്നെ ഷാജിയേട്ടൻ്റെ ആ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്തു, പ്രൂഫും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ കേൾക്കുന്നതും ആദ്യമായിട്ടാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഉൾപ്പെട്ട് ഫാമിലി മാത്രമായിട്ടുള്ള ഒരെണ്ണമായിരുന്നു. ഇത്രയും പേര് ഒന്നിച്ച് ഇങ്ങനെ ഒരെണ്ണം ആദ്യമായിട്ടാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ മനോരമ വഴിയാണ് നമ്പറിലൂടെയാണ് കോൺടാക്റ്റ് ചെയ്ത് കിട്ടിയത്. ഞങ്ങൾ എറണാകുളത്തു നിന്ന് ഇന്ന് 1 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ശരിക്കും ഞങ്ങൾ 3 മണിയായപ്പോൾ എത്തി. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നതാണ്. വളരെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള സംഗതി ആയിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഇന്നലെ രാത്രിയിലെ സെലിബ്രേഷന് വേണ്ടി എൻ്റെ മോനും വന്നിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. അവനെ അവിടെ ഇരുത്തി, അവന് കുറച്ച് വർക്കുള്ളതുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ പോകുന്നതാണ്. ഇത് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്. പങ്കെടുത്തവരിൽ ഇരട്ടകളും ഉണ്ടായിരുന്നു. ഇരിഞ്ഞാലക്കുട നടവരമ്പിൽ നിന്നുള്ള നൂപുരയും ആലാപുമായിരുന്നു ലീപ്പ് ഇയറിലെ ഇരട്ടകൾ. നടവരമ്പ്, ഇരിഞ്ഞാലക്കുട, നടവരമ്പ്. ജനിച്ച സമയത്ത് അങ്ങനെ വേറെ വിഷമങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല ത്രില്ല് തന്നെയായിരുന്നു. ഫെബ്രുവരി 29 എന്നുള്ളത് ഇവർക്ക് 4 കൊല്ലം കൂടുമ്പോഴുള്ള ഒരു വർഷം വരുന്നത്. അപ്പോൾ അതും ഞങ്ങൾക്ക് ചേട്ടനും എനിക്കും വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അത്. ഒരു അമ്മായിയാണ് അത് നിൽക്കുന്നത്. അമ്മായി പറഞ്ഞിട്ടാണ് അറിഞ്ഞത്.
KS മുരളീധരൻ സാറാണ് സ്വാഗതം ആശംസിക്കുന്നത്. ലീപ് ഇയർ ഫ്രണ്ട്സിൻ്റെ ട്രഷററാണ് അദ്ദേഹം. ഒരു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ കൂടിയാണ്. നമുക്ക് കൈയടിച്ച് സ്വാഗത പ്രസംഗത്തിന് മുരളീധരൻ സാറിനെ വെൽക്കം ചെയ്യാം. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ ശ്രീ ഷാജി റാഫേൽ, ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം അല്പസമയത്തിനകം എത്തിച്ചേരുമെന്ന് കരുതുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ മരാമത്തുകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി കരോളിൻ ജെറീഷ് അവർ, ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ ടോണി അനോക്കാരൻ, ഗിന്നസ് വേൾഡ് കേരള പ്രസിഡന്റ് ശ്രീ സത്താർ ആദൂർ, ഫെബ്രുവരി 29 ബർത്ത്ഡേ ആഘോഷിക്കാൻ എത്തിയ ലീപ് ഇയർ ഫ്രണ്ട്സ്, അവരുടെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ലീപ് ഇയർ ഫ്രണ്ട്സിൻ്റെ ജന്മദിനാഘോഷത്തെ ചടങ്ങിലേക്ക് ടാലന്റ് റെക്കോർഡ് ബുക്കിൻ്റെ നാഷണൽ റെക്കോർഡ് അറ്റംപ്റ്റ് പങ്കെടുക്കാനെത്തിയ എല്ലാ വിശിഷ്ടാതിഥികളെയും സഭയിലുള്ളവരെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഫെബ്രുവരി 29 ജനിച്ചാരെ കണ്ടെത്തുന്നതിനായി ഉള്ളൂർ സ്വദേശിയായ ഷാജി റാഫേൽ ഷെയർ ചെയ്ത വീഡിയോ കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്. ലീപ് ഇയർ ഫ്രണ്ട്സ് എന്ന പേര് നിശ്ചയിക്കുന്ന ആദ്യ മീറ്റിങ്ങിൽ തന്നെ എനിക്ക് പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചു. ഞാൻ എൻ്റെ കടമയിലേക്ക് കടന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു ജന്മദിന ആഘോഷം എന്നതിനോടൊപ്പം തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇത്രയധികം പേര് ഫെബ്രുവരി 29 ജനിച്ചവർ ഒന്നിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു റെക്കോർഡ് അറ്റംപ്റ്റ് കൂടിയാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ നാഷണൽ റെക്കോർഡ് അറ്റംപ്റ്റ് ആയിട്ടാണ് ഇവിടെ ഇന്ന് ഈ ഒരു ഗാദറിംഗ്, ഈ ഒരു ലീപ് ഇയർ ജന്മദിനാഘോഷം നടക്കുന്നത്. ഇന്ന് ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ നാഷണൽ റെക്കോർഡ് അറ്റംപ്റ്റിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ആയി എത്തിച്ചേർന്നിട്ടുള്ള ടാലന്റ് റെക്കോർഡ് അഡ്ജൂഡിക്കേറ്റർ ആയിട്ടുള്ള ഗിന്നസ് സത്താർ ആദൂർ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഹെഡ് ചെയ്യുന്ന ഒരു ടീമാണ് നമ്മുടെ കൂടെയുള്ളത് ഇന്ന്. ഓൾ കേരള തലത്തിൽ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിന്റെ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഒരുപാട് പേരെ അവരുടെ കഴിവുകൾ ഉയർത്തിക്കാട്ടി ദേശീയ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും റെക്കോർഡുകൾ നേടാൻ അദ്ദേഹം സഹായിക്കുന്നു, പിന്തുണയ്ക്കുന്നു. ഒപ്പം ടാലന്റ് ഒഫീഷ്യൽസ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് രാജസ്ഥാനിൽ നിന്നുള്ള രക്ഷിത ജെയിൻ, ഒപ്പം ഡോക്ടർ വിന്നർ ഷെരീഫ്, ഒപ്പം പി ലിസ്ന എന്നീ 4 പേരാണ് ഒഫീഷ്യൽസ് ആയിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് ആദ്യം നമുക്ക് ഒഫീഷ്യൽസിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. ദേശീയ റെക്കോർഡ് അറ്റംപ്റ്റിന്റെ ആദ്യ പടി എന്ന നിലയിൽ ഔപചാരികമായി ലീപ് ഇയർ ഫ്രണ്ട്സിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാജി റാഫേലേട്ടൻ ഡോക്യുമെന്റ് സൈൻ ചെയ്ത് നമ്മുടെ നാഷണൽ റെക്കോർഡ് അറ്റംപ്റ്റ് ആരംഭിക്കുകയാണ്. നിങ്ങൾ റെഡിയല്ലേ? നമ്മുടെ സമ്മതമല്ലേ? നമ്മുടെ ആ ഒരു സമ്മതവും നമ്മുടെ സന്തോഷവും പ്രകടിപ്പിച്ച് നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. വളരെ എളിയ രീതിയിൽ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മണ്ണിൽ അല്ലെങ്കിൽ തെക്കിൻകാട് മൈതാനിയിൽ ഇരുന്ന് കൂടിയാലോചിച്ച ആദ്യത്തെ 5 പേരുടെ ഒരു സംഘമുണ്ട് ലീപ് ഇയർ ഫ്രണ്ട്സിന്റെ നേതൃത്വം കൊടുക്കുന്നതിൽ. ആ 5 പേരിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഇത്രയും പേരിലേക്ക് ഇത് വളർന്നിട്ടുള്ളത്. ഇനിയും ഇവിടെ വന്ന് പങ്കെടുക്കാൻ ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ട് എന്ന് നമുക്ക് അറിയാം. മാധ്യമങ്ങളിലൂടെ ഒക്കെ ഈ ഒരു വാർത്തയും വിവരവും ഒക്കെ പുറത്തു വന്നപ്പോൾ ഒത്തിരി പേര് വലിയ താല്പര്യത്തോടെ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. വിദേശത്തുള്ളവർക്കൊന്നും നേരിട്ട് വരാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരുടെ മനസ്സും സ്നേഹവും നമ്മുടെ കൂടെയുണ്ട്. ഔപചാരികമായി സൈൻ ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ദേശീയ റെക്കോർഡ് അറ്റംപ്റ്റിന്റെ ആദ്യപടി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. നമ്മൾ ജനിച്ചത് ഫെബ്രുവരി 29 തന്നെയാണ് എന്ന ജനന തീയതി പ്രൂവ് ചെയ്യുന്ന ഒരു പ്രൂഫ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം വേദിയിൽ നിന്ന് തന്നെ ആ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആരംഭിക്കുകയാണ്. അതിനുശേഷം സദസ്സിലുള്ള ഓരോ ലീപ് ഇയർ ചൈൽഡിന്റെയും അരികിലേക്ക് ഒഫീഷ്യൽസ് വരുന്നതായിരിക്കും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹനിർഭരമായ ജന്മദിനാശംസകൾ. പുതിയ തലമുറയിലെ വാട്സപ്പ് എന്ന് പറയുന്ന ചെറിയ സംവിധാനത്തിലൂടെ ചെറിയ ഫോൺ ഉപയോഗിച്ച് തൃശ്ശൂർ പട്ടണത്തിൽ നിന്നും തുടങ്ങി ഒരാളുടെ എൻ്റെ മനോവേദന ചെറുപ്പം തൊട്ട് കേട്ടു തുടങ്ങിയ ഒരു ജന്മദിനം 4 മക്കളിൽ ഇളയ മകനായി ജനിച്ച് ചുറ്റുവട്ടത്തപ്പൻ്റെ ചേർന്നനി മക്കളിലൂടെ ഒരു 12 കുട്ടികളുടെ ഇടയിൽ ജനിച്ച് വളർന്ന് വലുതായിട്ട് ഈ ജനുവരി എത്തിയപ്പോൾ
കണ്ട ഒരു വികാരം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും എല്ലാ കൊല്ലവും ചെറുപ്പത്തിലെ ഈ 12 പേരുടെ സഖ്യം എന്ന് പറയുന്നത് എന്തിനും ഏതിനും കളിക്കാനായാലും സ്കൂളിൽ പോകാനായാലും പള്ളിയിൽ പോകാനായാലും എന്തിനും കൂടെ ഉണ്ടാവും. മനോവേഷം ഉണ്ടാക്കുന്ന ഒരു ദിവസമുണ്ട് ഫെബ്രുവരി 29. ജനിച്ച ദിവസം നമ്മൾ കണ്ണടച്ച് വന്ന് പിന്നത്തെ 1, 2, 3 കഴിഞ്ഞിട്ട് നമ്മൾ ജനിച്ച ദിവസം ഇല്ലാന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദനയുണ്ട്. പ്രതികരണം പല രൂപത്തിലും ഈ ഇരിക്കുന്ന എല്ലാവർക്കും പല അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യ ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ കുഞ്ഞു അനിയത്തിമാർക്ക് സർവേശ്വരന്റെ സമ്മാനമാണ് ഇന്നേ ദിവസം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റെടുത്ത് 350 വ്യക്തികൾ പേഴ്സണലായിട്ട് നിരന്തരം രാത്രിയും പകലുമില്ലാതെ 4 മണിക്കൂറിന്റെ വ്യത്യാസവും കാനഡയിൽ 8 മണിക്കൂറിന്റെയും 12 മണിക്കൂറിന്റെയും വ്യത്യാസം അറിയാതെ അറിഞ്ഞ പാടെ അവരെ വിളിക്കും. പാതിരിക്കായാലും നമ്മുടെ സമയം മണി 2 മണിയായാലും 3 മണിയായാലും ഒരു 29 ജന്മദിനം കണ്ടു, നിങ്ങളുടെ നമ്പറാണ് കണ്ടേ, എന്താണ് പരിപാടി? ചേട്ടാ ഇവിടെ പാതിര സമയം, അയ്യോ സോറിട്ടാ, അല്ല പറഞ്ഞോ, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ പീരീഡിനുള്ളിൽ കണക്കൂട്ടി കാഴ്ചക്കൂട്ടി ഇറക്കിയ ഒരു പ്രസ്ഥാനം, ഒരു കൂട്ടായ്മ അങ്ങകലെ ഈ ലോകത്തിന്റെ എല്ലാ കോണിലെയും മലയാളികളുടെ മുന്നിൽ എത്തിച്ചേർന്നപ്പോൾ ഉണ്ടായ ഒരു സന്തോഷത്തിന്റെ പുറത്ത് രാവെന്നോ പകലെന്നോ രാത്രിയെന്നോ പുലർച്ചെയെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഒരുവിധം എല്ലാവർക്കും എൻ്റെ ഈ ശബ്ദത്തിൽ അവർക്ക് വോയിസ് മെസ്സേജ് അയക്കുമായിരുന്നു, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഉണ്ടായൊരു സന്തോഷമാണ്. എൻ്റെ പേരിനേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന സദസ്സും ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ഈ ശബ്ദമായിരിക്കും ഏറ്റവും സുപരിചിതം. സാധാരണ നമ്മുടെ ഫ്രണ്ട് നിരയിലെ മലയാള മനോരമയുടെ FM ചാനലിലെ ചാന്ദിനി മാഡം കൂടിയിട്ടുണ്ട്. ചാന്ദിനി മാഡം ഒരിക്കൽ എന്നോട് വിളിച്ചു, നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടല്ലോ, അറിയാൻ കഴിഞ്ഞു. ഇപ്പൊ എത്ര പേരായി? 12 പേരായി. ഓഹോ, 12 പേര് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞോ? 12 പേരെ കണ്ടെത്തി കഴിഞ്ഞു. എത്ര ആളെ പ്രതീക്ഷിക്കുന്നുണ്ട്? 50 ആവാം. 50 എത്തിക്കാൻ പറ്റുമോ ചോദിച്ചു. എത്തിക്കും, മാക്സിമം എത്തിക്കും. പക്ഷേ ഞങ്ങളെ കൂടെ നിങ്ങളും ഉണ്ടാകണം. ഓഫ് കോഴ്സ് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഈ ലോക മാംഗോ റേഡിയോയിലൂടെ ലോകമെമ്പാടുള്ള മലയാളികൾക്ക് ഏത് രൂപേണ എത്തിക്കണമെങ്കിലും ആ രൂപേണ എത്തിക്കാൻ എല്ലാ പിന്തുണയും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു വാക്ക് കിട്ടുമ്പോൾ ഞങ്ങൾ തീപ്പൊരിയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നല്ലൊരു വെള്ളത്തിന്റെ ഒരു ജലധാര കാണുന്ന പ്രതീതിയായിരുന്നു ആ ഫോൺ കോളിൽ. നല്ലൊരു കയ്യടിയോടെ നമുക്ക് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാകാം. സാംസ്കാരിക കേരളത്തിന് എന്നും പുതുമകൾ സമ്മാനിച്ചിട്ടുള്ള, പുത്തൻ സാധ്യതകൾ കാണിച്ചു കൊടുത്തിട്ടുള്ള ആഘോഷത്തിന്റെ അതിസുന്ദരമായ ഒരു ചരിത്ര മുഹൂർത്തം. ഫെബ്രുവരി 29 ജനിച്ച ലീപ് ഇയർ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന ഈ ശക്തന്റെ മണ്ണിൽ, സാഹിത്യ അക്കാദമിയിൽ, സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനത്തിൽ അതിസുന്ദരമായ മുഹൂർത്തത്തിൽ കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുകയാണ്. ആ ചരിത്ര നിയോഗത്തിൽ നമ്മോടൊപ്പം പങ്കെടുത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്, ബർത്ത്ഡേ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട, സാധാരണക്കാരുടെ പ്രിയപ്പെട്ട വ്യക്തിത്വം കൂടിയായിട്ടുള്ള കെ രാജൻ സാറാണ്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് അദ്ദേഹത്തോട് നന്ദി പറയാം. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. ഫെബ്രുവരി 29 ജനിച്ച എത്ര പേർ ലോകത്തുണ്ടാകും എന്ന് നമുക്കറിയില്ല. സാധാരണ ജനുവരി മുതൽ ഡിസംബർ വരെ 31, 30 ഒക്കെയായി പോകുന്ന വർഷങ്ങൾക്കിടയിൽ, മാസങ്ങൾക്കിടയിൽ 4 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കും അപൂർവമായിട്ടുള്ളൊരു അനുഭവമാണ് ഫെബ്രുവരി 29. ഇന്നിവിടെ എന്നോടൊപ്പം കേക്ക് മുറിക്കാൻ കൂടിയ കുട്ടികളെല്ലാം യഥാർത്ഥത്തിൽ അവരുടെ ജന്മദിനത്തിൽ ആദ്യത്തെ ബർത്ത്ഡേ ആഘോഷിച്ചത് ഈ സാഹിത്യ അക്കാദമിയുടെ ചടങ്ങിൽ വെച്ചായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം. തീർച്ചയായിട്ടും അവർ മാത്രമല്ല, ഫെബ്രുവരി 29 തന്നെ ഈ കുഞ്ഞുങ്ങളെ ലോകത്തിന് സമ്മാനിച്ച അമ്മമാർ കൂടി ഭാഗ്യവതികളാണ്. അവർ കൂടി ഇതിൻ്റെ ആഘോഷ പരിപാടികളിൽ യഥാർത്ഥത്തിൽ പങ്കാളികളാകേണ്ടവരാണ്. ഇതൊരു തികച്ചും വ്യത്യസ്തമായ അനുഭവമാണ് സാംസ്കാരിക തലസ്ഥാനത്ത്.
ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങൾ കണ്ടിട്ടുള്ള നാടാണ് സാംസ്കാരിക തലസ്ഥാനം. ഞാനിപ്പോൾ വരുന്നത് ആറാട്ടുപുഴ പൂരത്തിൻ്റെയും തൃശ്ശൂർ പൂരത്തിൻ്റെയും സംഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാൻ ദീർഘനേരമായി കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിന് ശേഷം 70-ലേറെ ആനകളെ വെച്ച് പൂരം നടത്തുന്ന ആറാട്ടുപുഴയും ലോകത്തിന്റെ പരിച്ഛേദത്തെ നേരിട്ട് കാണുന്ന തൃശ്ശൂർ പൂരവും ഇവിടെ അഭിമാനകരമായിട്ടുള്ള വെടിക്കെട്ട് നടത്തുന്ന പാവർട്ടി പള്ളിയിലെ പെരുന്നാളും തൃശ്ശൂരിന്റെ സാംസ്കാരിക തലസ്ഥാനം സാഹിത്യ അക്കാദമിയും ലളിതകലാ അക്കാദമിയും സംഗീത നാടക അക്കാദമിയും കേരള കലാമണ്ഡലവും ഒക്കെ ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന എത്രയോ വലിയ അനുഭവങ്ങളുടെ ആത്മാഭിമാനമുള്ള തൃശ്ശൂർ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഫെബ്രുവരി 29-ന് ജനിച്ച കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ 52, 56 ഒക്കെ ഇവിടെ വർഷങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാവുന്ന വിധത്തിലുള്ള ഇത്തരം ആഘോഷ പരിപാടികൾ ഈ നാടിന് എന്തുകൊണ്ടും വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. മനുഷ്യന് വിശ്വസിക്കാത്ത കച്ചവടം മാത്രം വഴികളിൽ നമ്മളെ നിയന്ത്രിക്കാനുള്ള ചൂണ്ടുപലകങ്ങളാകുന്ന അപകടകരമായ ഒരു കാലത്ത് ജനിച്ചത് ഫെബ്രുവരി 29-നാണെങ്കിലും 4 വർഷത്തിൽ ഒരിക്കലാണ് പിറന്നാൾ ആഘോഷിക്കാൻ ഇംഗ്ലീഷ് തീയതിയിൽ അവസരം കിട്ടുന്നവരെങ്കിലും നന്മയുടെ ഒരുപാട് ചിത്രങ്ങൾ മനസ്സിൽ ബാക്കിയുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങളുടെ ഈ കൂടിച്ചേരൽ ഒരുപക്ഷെ സത്താർ ആദൂരിന്റെ നേതൃത്വത്തിൽ ഇന്നൊരു ഗിന്നസിന്റെ ഭാഗമായി മാറുന്നു എന്ന് മാത്രമല്ല, ലോകത്തിന്റെ നാൾവഴികളിൽ ഒരു പുതിയ ചരിത്ര സംഭവം എഴുതി ചേർക്കാൻ നിങ്ങൾക്ക് സാധ്യമാവുകയാണ് എന്നതാണ് ഈ ലീപ് ഇയർ ജന്മദിനാഘോഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. എല്ലാവർക്കും ജന്മദിനത്തിന്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ട് 4 കൊല്ലം മുമ്പ് പറയാൻ പറ്റാത്തവരായിരിക്കും മഹാഭൂരിപക്ഷം എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ടുമുട്ടിയപ്പോൾ ആദ്യ ജന്മദിനാഘോഷത്തിന്റെ നന്മകൾ നേരാൻ അവസരം കിട്ടിയതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Largest gathering of people born on February 29th, leap year. 1461 ദിവസം കൂടുമ്പോഴാണ് ഫെബ്രുവരിക്ക് ഒരു 29 ഉണ്ടാകുന്നത്. അന്ന് ജനിച്ചവർ ലോകത്ത് ഇന്നേ വരെ അടിവരയിട്ട് പറയാൻ സാധിക്കും, ലോകത്ത് ഇന്നേ വരെ ലീപ് ഡേ ജനിച്ച ആളുകൾ ഇങ്ങനെ സംഗമിച്ചിട്ടില്ല. കാരണം ഗിന്നസ് റെക്കോർഡിൽ പോലും ഇങ്ങനെ ഒരു എൻട്രി ഇല്ല എന്നുള്ളത് ഒരു മഹാസത്യമാണ്. കേവലം 2 ആഴ്ച മുമ്പ് ഷാജി ചേട്ടനും അതുപോലെ തന്നെ പോളുമൊക്കെ ഈ സാഹിത്യ അക്കാദമിയിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് എന്നോട് ഈ വിഷയം പങ്കുവച്ചു. എനിക്ക് അതായത് ഈ ആശയം കേട്ടപ്പോൾ തന്നെ ഞാൻ വല്ലാതെ ത്രില്ലായിപ്പോയി. ലോകത്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കുബ്രോസ്കി എന്നൊരു പേരുണ്ട്. 2532 പേര് കുബ്രോസ്കി എന്ന പേരുള്ള ആളുകൾ സംഘടിച്ചപ്പോൾ അത് ഗിന്നസ് വേൾഡ് റെക്കോർഡായി. 2 വർഷം മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് 3312 അഷ്റഫുമാർ സംഘടിപ്പിച്ചുകൊണ്ട് ഗിന്നസിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. പക്ഷേ ഫെബ്രുവരി 29 ജനിച്ചവരുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ മറ്റൊരു ഡേയിലും ജനിച്ചവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഈ സംഗമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഞാനിങ്ങനെ വെരിഫൈ ചെയ്തപ്പോൾ 18 വയസ്സുള്ള ഡേവിസേട്ടനെ കണ്ടു. കാരണം നിങ്ങൾ എല്ലാവരും കൗമാരക്കാരാണ്. 20 വയസ്സ് പൂർത്തിയായ ആരുമില്ലല്ലോ. 72 വയസ്സ് റെക്കോർഡിക്കലുള്ള ഡേവിസേട്ടന് 18ാമത്തെ ബർത്ത്ഡേ ആണെന്ന്. 1ാമത്തെ ബർത്ത്ഡേ ഉള്ള 4 വയസ്സുകാർ ഇവിടെ വന്നുപോയി. അപ്പൊ ഞാൻ പറയുന്നത് ഈ വ്യത്യസ്തമായ ആശയങ്ങളെ കേരളം ലോകത്തോളം ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പൂർണ്ണമായ ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള റെക്കോർഡ് ഇവന്റുകൾ നടക്കുന്നത്. ഞാൻ മിനിസ്റ്റർക്ക് ധൃതിയുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇവിടെ ഈ ദിവസത്തിൽ ജനിച്ചവരെക്കാളും ഞാൻ അഭിനന്ദിക്കുന്നത് ആ ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് ഈ മക്കളെ പ്രസവിച്ച അമ്മമാരാണ് എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ നാഷണൽ റെക്കോർഡിൽ 142 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു സംഗമം നടന്നിട്ടില്ല എന്ന് അടിവരയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ നാഷണൽ റെക്കോർഡിന് ലീപ് ഇയർ സംഘടിപ്പിച്ച ഈ സംഗമം തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. 64 പേരാണ് ഓഫ്ലൈൻ ആയിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നത്. 38 പേര് ഓൺലൈൻ ആയിക്കൊണ്ട് അവരുടെ ഡീറ്റെയിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്.
ഓഫ്ലൈനും ഓൺലൈനും കൂട്ടുമ്പോൾ 102 പേർ ഈ സംഗമത്തിന്റെ ഭാഗമായി എന്ന് പറഞ്ഞുകൊണ്ട് I am happy inform you that this event, this record attempt is entered to talent record book, national record. ഇതിന്റെ സംഘാടകരെയും ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. 2028 റാഫി ചേട്ടന്റെ ഒക്കെ ഷാജി ചേട്ടന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഈ ടീം മുന്നോട്ട് പോവുകയാണെങ്കിൽ 1000 പേരെ അണിനിരത്തിക്കൊണ്ട് നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ സർട്ടിഫിക്കറ്റ് സംഘാടകർക്ക് കൈമാറുന്നതാണ്. Largest gathering of people born on February 29, Leap Day. Leap Year Friends in Kerala, India, organized a special gathering for individuals born on 29 February. The event hosted at the Kerala Sahitya Academy Auditorium, Thrissur on February 29, 2024. Drew 102 enthusiastic participants, all born on Leap Day, creating a memorable moment that fostered unity among these rare individuals. This unique celebration marked a significant leap year milestone. Congratulations everyone, and once again happy birthday. ഔപചാരികമായി റെക്കോർഡ് ലീപ് ഇയർ ഫ്രണ്ട്സിന്റെ ഭാരവാഹികൾക്ക് കൈമാറുകയാണ്. നമുക്ക് ഇരു കരങ്ങളും അടിച്ച് നമ്മുടെ ആഹ്ലാദം ഇവിടെ പ്രകടിപ്പിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ശരിക്കും ഈ റെക്കോർഡിന്റെ വിന്നേഴ്സ് ആയിട്ടുള്ളത്. അതിൽ 1ാം ജന്മദിനം ആഘോഷിക്കുന്ന 4 വയസ്സുകാർ മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും തന്നെ ഈ ആഹ്ലാദ നിമിഷത്തിൽ, ചരിത്ര മുഹൂർത്തത്തിൽ സന്തോഷത്തോടെ പങ്കെടുക്കുകയാണ്. ഒരിക്കൽ കൂടി നല്ല ഒരു കയ്യില് നമുക്ക് കൊടുക്കാം. സാധാരണ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നൽകാറ്. പക്ഷേ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയതിന്റെ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ റെക്കോർഡ് ബുക്ക് ഷാജി റാഫേൽ ചേട്ടന് ഒരു പ്രത്യേകമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് സമ്മാനിക്കുന്നു. അത് ഇവിടെ ഈ വേദിയിൽ വെച്ച് ടാലന്റ് റെക്കോർഡ് ടീം ഹെഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട സത്താർ ആദൂർ നൽകുകയാണ്. നമുക്ക് കരങ്ങൾ നൽകി ഷാജി ചേട്ടനെ അഭിനന്ദിക്കാം. ഒപ്പം സത്താർ സാറിനോട് മൊമെന്റോ പ്രിയപ്പെട്ട മിനിസ്റ്റർ കെ രാജൻ സാർ നൽകുകയാണ്. ഒരു മൊമെന്റോ നൽകി ലീപ് ഇയർ ഫ്രണ്ട്സിന്റെ മുഴുവൻ സ്നേഹവും ആദരവുമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. കരങ്ങളടിച്ച് നമുക്ക് അനുമോദിക്കാം. ഒപ്പം ഡേവിസ് താണിക്കൽ, അടുത്തതായി ഡേവിസ് താണിക്കൽ, അടുത്തതായി ജിജോ പോൾ, അടുത്തതായി ബെക്സി ഫ്രാൻസിസ്, ഒരുമിച്ച് നിൽക്കുന്ന ബൈജു ചേട്ടന്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഇന്ന് ജന്മദിനം ആഘോഷിക്കാനായിട്ട് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ജന്മദിനം ഇന്ന് കൊണ്ടാടുന്ന വളരെ അപൂർവമായിട്ട് മാത്രം ലഭിക്കുന്ന ഒരവസരത്തിൽ പങ്കാളിയാനായിട്ട് വന്നവര്, അവരുടെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഒരു വേദിയിൽ സംസാരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ സംസാരിക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. പിന്നെ വന്നുപോയി എന്ന് തന്നെ പറയാം. നമുക്കറിയാം, ഷാജി എന്നെ ഈ ഒരു പ്രോഗ്രാമിന് വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് സത്യത്തിൽ കോട്ടയ്ക്കിൽ ഒരു പ്രോഗ്രാമുണ്ട്, ഒഴിവാക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. ഷാജി പിടുത്തം വിടാത്തതുകൊണ്ട് മാത്രം ഞാൻ വന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊക്കെ കുട്ടികളായി മാറിക്കൊണ്ടിരിക്കുക. 4 വർഷം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് ജന്മദിനം വരുന്നത്. അത് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, ചരിത്രം വായിക്കാനോ പഠിക്കാനോ നമുക്കൊക്കെ അറിയാം. പക്ഷെ ചരിത്രം സൃഷ്ടിക്കാനായിട്ട് ചിലർക്ക് മാത്രമേ കഴിയൂ. ഇന്ന് ഞാനത് നോക്കി കാണുന്നത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. കാരണം സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിക്കാത്ത ഒട്ടനവധി മേഖലകളിൽ
നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒട്ടനവധി മേഖലകളിൽ നമ്മൾ ആലോചിക്കേണ്ട അത്രയധികം മേഖല. പക്ഷേ ഇങ്ങനെ ഒരു ചിന്ത, ആശയം നമ്മുടെ ഉള്ളിലുണ്ടായത് വളരെ സന്തോഷകരമായൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാമിന് വന്നത്. നമുക്ക് ഷാജി പറഞ്ഞു ജീവിതത്തിലെ അടയാളപ്പെടുത്താനായിട്ട് ഒരു അടയാളം, അല്ലേ? ഷാജി റാഫേൽ പറഞ്ഞതാണ്. നമുക്കെല്ലാവർക്കും അങ്ങനെയാണ്. നമ്മുടെ ജീവിതം എന്ന യാത്ര തുടങ്ങുന്നത് കരഞ്ഞുകൊണ്ടാണ്. അത് കഴിഞ്ഞ് മറ്റുള്ളവരെയൊക്കെ കരയിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന ജീവിതം എന്ന യാത്രയില് എവിടെയൊക്കെ നിങ്ങളുടെ കയ്യൊപ്പ് പതിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ നിങ്ങളുടെ കാൽപ്പാടുകൾ പതിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവും. അങ്ങനെ ഷാജിൻ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന യാത്രയിൽ പതിപ്പിച്ചു പോയ ഒരു സിഗ്നേച്ചറാണ്. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് അതാ. നിങ്ങളുടെ ജീവിതം എന്ന യാത്രയില് നിങ്ങൾ നടന്നു വന്ന വഴികളില് എവിടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ കയ്യൊപ്പത് പതിപ്പിച്ചിട്ടുണ്ട്, അത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നാലെ വരുന്നവന് കാണാൻ എന്തെങ്കിലും ബാക്കി വെക്കുന്നുണ്ട്. ഈ വൈകിയ വേളയില് ഇനിയൊരു സംസാരം വേണ്ട അല്ലെ? നമ്മളെല്ലാവരും ഹൃദയം നിറഞ്ഞ് മനം നിറഞ്ഞ് വലിയ ഒരു സന്തോഷത്തിന്റെ ദിനമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് 4 വയസ്സായിട്ട് അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു സന്തോഷമാണ്. അപ്പൊ ഈ അപൂർവമായ ഈ ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുകയാണ്. കോർപ്പറേഷനിലേക്ക് ഷാജിച്ചേട്ടൻ മേയറെ ക്ഷണിക്കാൻ വേണ്ടി വരുമ്പോൾ മേയറിൽ നിന്ന് മറ്റു പരിപാടികളുണ്ട്, അപ്പോൾ സാധ്യത കുറവാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞങ്ങളെ കാണുന്നതും ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നതും. ഇത്രയും വലിയൊരു പ്രോഗ്രാം ഞാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ ഞാൻ മനസ്സിലങ്ങോട്ട് കരുതിയില്ല. പക്ഷെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. ഇത് മിസ് ചെയ്തായിരുന്നെങ്കിൽ വളരെ നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഷാജിയേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു കൊച്ചു ടീം ഇത്രയും മനോഹരമായിട്ട് ഇതിനെ ക്രമീകരിക്കാൻ സാധിച്ചെങ്കിൽ ഇനി ഇത് വലിയ വലിയ വിജയങ്ങളിലേക്ക് വലിയൊരു കൂട്ടായ്മയായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന വലിയൊരു സംഭവമായി മാറട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ജന്മദിനാശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ മെഡൽ ആൻഡ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. വിശിഷ്ടാതിഥികളും ഒപ്പം അഡ്ജുഡിക്കേറ്റർ ആയിട്ടുള്ള സത്താർ ആദൂർ സാറും മറ്റ് ഒഫീഷ്യൽസും ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും.
മനോഹരമായ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ സംഗമമാണ് ഇന്നിവിടെ നടന്നത്. ലോകത്തിലാദ്യമായി അതും തൃശ്ശൂരിൽ രൂപീകൃതമായ ലീപ് ഇയർ ഫ്രണ്ട്സ് എന്ന കൂട്ടായ്മ ചരിത്രത്തിലേക്കുള്ള ഒരു കാൽവയ്പാണ്. നമ്മുടെ ഈ ആദ്യ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി നമ്മുടെ തന്നെ സ്വന്തമായ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒത്തിരി തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേരുകയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് കെ രാജനെ ഏറെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ലീപ് ഇയർ ഫ്രണ്ട്സിന്റെ ഈ ആദ്യ സംഗമത്തിൽ ഞങ്ങളെക്കാൾ കൂടുതൽ താല്പര്യത്തോടെ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എത്താൻ സാധിച്ചില്ല. എന്നിരുന്നാലും അയാളുടെ അഭാവത്തോടു കൂടി ഞാൻ താങ്ക്സ് പറയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണ തേജ സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനി നന്ദി പറയാനുള്ളത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഷാജിയേട്ടനോടാണ്. ചേട്ടനെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അല്ലേ? നന്ദി പറഞ്ഞോ? തീരില്ല. കാരണം ഷാജിയേട്ടന്റെ മനസ്സിലെ എല്ലാ ആശയങ്ങളും ആഗ്രഹങ്ങളും പുറം ലോകത്തേക്ക് അറിയിക്കുകയും ഇന്നേ ദിവസം ഈ കാണുന്ന വിധത്തിൽ നമ്മെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താൻ കയ്യും നെയ്യും മറന്നുകൊണ്ട് അഹോരാത്രം പരിശ്രമിക്കുകയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലീപ് ഇയർ ഫ്രണ്ട്സിനെ സംഘടിപ്പിക്കാനും ഇന്ന് ഈ കൂട്ടായ്മയുടെ അധ്യക്ഷപദം അലങ്കരിക്കുകയും ചെയ്ത ഷാജിയേട്ടനെ ഈ കുടുംബത്തിന്റെ പേരിലും എന്റെ പേരിലും സ്നേഹപൂർവമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ആശംസകൾ നേർന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീമതി കരോളിൻ ജെറീഷിനെ ഏറെ സ്നേഹത്തോടെ കൂട്ടായ്മയുടെ നന്ദി അറിയിക്കുന്നു. ലീപ് ഇയർ ഫ്രണ്ട്സിന്റെ റെക്കോർഡ് അറ്റംപ്റ്റ് മികച്ച രീതിയിൽ തന്നെ മാധ്യമങ്ങൾ വാർത്തകളാക്കുകയും ചെയ്തു. തൃശൂരിൽ സംഘടിപ്പിച്ച ആദ്യ വർഷത്തിൽ ജനിച്ചവരുടെ ജന്മദിനാഘോഷം ദേശീയ റെക്കോർഡിലേക്ക്. അപൂർവമായ ജന്മദിനാഘോഷത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 102 പേർ പങ്കാളികളായി. തൃശൂർ കേന്ദ്രീകരിച്ച് ഷാജി റാഫേൽ തുടക്കമിട്ട ഫെബ്രുവരി 29 ജനിച്ചവരുടെ കൂട്ടായ്മയുടെ ജന്മദിനാഘോഷമാണ് ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ നാഷണൽ റെക്കോർഡ് നേടിയത്. ലാർജസ്റ്റ് ഗാദറിംഗ് ഓഫ് പീപ്പിൾ ബോൺ ഓൺ ഫെബ്രുവരി 29 ലീപ് ഡേ എന്ന വിഭാഗത്തിലാണ് റെക്കോർഡ് നേട്ടം. റെക്കോർഡ് അറ്റംപ്റ്റിന്റെ ഭാഗമായി നടത്തിയ ജന്മദിനാഘോഷം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ലീപ് ഇയർ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷാജി റാഫേൽ അധ്യക്ഷനായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറീഷ്, ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ഗിന്നസ് സത്താർ ആദൂർ റെക്കോർഡ് പ്രഖ്യാപനം നടത്തി. ടാലന്റ് റെക്കോർഡ് ബുക്ക് പ്രതിനിധികളായ രക്ഷിത ജയൻ, ഡോക്ടർ വിന്നർ, ലിൻസി എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് മന്ത്രി കെ രാജനും വിശിഷ്ടാതിഥികളും ചേർന്ന് റെക്കോർഡ് വിതരണം ചെയ്തു. ലീപ് ഇയർ ഫ്രണ്ട്സ് എന്ന പേരിൽ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി റെക്കോർഡ് അറ്റംപ്റ്റ് സംഘടിപ്പിച്ച ഷാജി റാഫേലിന് വേറിട്ട് നിൽക്കുന്ന സംഘാടന മികവിനുള്ള റെക്കോർഡും ലഭിച്ചു. ലീപ് ഇയർ ഫ്രണ്ട്സ് ഭാരവാഹികളായ ഷാജി റാഫേൽ, KS മുരളീധരൻ, ബെറ്റ്സി ഫ്രാൻസിസ്, ഡെവിസ് താണിക്കൽ, ജിജോ പോൾ എന്നിവരെയും മാധ്യമപ്രവർത്തകൻ ബൈജു ദേവസിയെയും മന്ത്രി കെ രാജൻ ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ പങ്കെടുത്തവരിൽ ലീപ് ഇയറിൽ ജനിച്ച ഏക ഇരട്ടകളായ ആലാബ്, നൂബുര എന്നിവരുടെ കുടുംബത്തിന് സ്വന്തമായി ഭവനം നിർമ്മിക്കാൻ ആവശ്യമായ സഹായം നൽകുമെന്ന് ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ അറിയിച്ചു. 2020 ജനിച്ച് 2024 ആദ്യ ജന്മദിനം ആഘോഷിക്കുന്ന 6 കുരുന്നുകൾ ഉണ്ടായിരുന്നു. 1952 ജനിച്ച അഞ്ചേരി സ്വദേശി ഡേവിസാണ് 102 പേരിൽ ഏറ്റവും മുതിർന്നയാൾ. ഫെബ്രുവരി 29 ജനിച്ചവർക്ക് ഒരുപാട് മനോവിഷമം പറയാനുണ്ടാകും. ഒരു പിറന്നാൾ ആഘോഷിക്കാൻ 4 വർഷം കാത്തിരിക്കേണ്ടി വരുന്നതും അങ്ങനെ കുറെ. അധിവർഷത്തിൽ ജനിച്ച 100 കണക്കിന് ആളുകൾ അങ്ങനെ വിഷമം പറഞ്ഞും അനുഭവങ്ങൾ പങ്കുവച്ചും ഇന്നലെ തൃശ്ശൂരിൽ ഒത്തുകൂടി. ലീപ് ഇയർ ഫ്രണ്ട്സ് എന്ന പേരിലായിരുന്നു സംഗമം. ജനിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയും ആ ഒരു ഇതുണ്ടാവില്ലല്ലോ. പിന്നെ 2-3 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ചേട്ടന്മാരും അനിയന്മാരും ഉൾപ്പെടെ ചേട്ടനിയന്മാരും മക്കളും എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അവർ പറയും, നിനക്ക് ബർത്ത്ഡേ ഇല്ല, നിന്നെ ചാലിന്ന് കിട്ടിയതാണ്, നിനക്ക് ബർത്ത്ഡേ ഇല്ല, നീ നോക്കിക്കുക, അമ്മയോട് ചോദിച്ചേക്കുക, അപ്പനോട് ചോദിച്ചേക്കുക. അന്ന് തൊട്ട് തുടങ്ങിയൊരു ഒരു എന്തെന്ന് പറയാം, അതൊരു അനുഭവിക്കുന്ന ഒരു മനോവിഷമാണ് അത്. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിലായിരുന്നു അധിവർഷത്തിൽ ജനിച്ചവരുടെ അപൂർവമായൊരു കൂടിച്ചേരൽ. പിറന്നാൾ ആഘോഷിക്കാൻ 4 വർഷം കാത്തിരിക്കേണ്ടി വരുന്നവരുടെ ഒന്നിച്ചുള്ള പിറന്നാൾ ആഘോഷം. നല്ലൊരു കയ്യടിയോടെ നമുക്ക് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാകാം. തൃശൂർ ഒല്ലൂർ സ്വദേശി ഷാജി റാഫേൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിന് പിന്നാലെയാണ് സംഗമം നടത്താൻ തീരുമാനമായത്. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും അധിവർഷത്തിൽ ജനിച്ച 100ഓളം ആളുകളെത്തി. കൂടെ അവരുടെ കുടുംബവും. കളിത്തമാശകൾ പറഞ്ഞ് അവരെല്ലാം ഒത്തുകൂടി. ഫെബ്രുവരി 28 ആഘോഷിക്കും, അല്ലെങ്കിൽ മാർച്ച് 1 ആഘോഷിക്കാറുണ്ട്. പിന്നെ 4 കൊല്ലം കൂടുമ്പോൾ 29 വരുമ്പോൾ അത് ആഘോഷിക്കും.
ഫെബ്രുവരി 29 ജനിച്ച ഇരട്ട കുട്ടികളും ജനിച്ചിട്ട് ആദ്യമായി പിറന്നാൾ ആഘോഷിക്കുന്നവരും കുറേ അധിവർഷം കൂടിയവരുമൊക്കെ കൂട്ടത്തിലുണ്ട്. ഇന്നേ ദിവസം ജനിച്ചതിൽ പണ്ട് കുറേ വിഷമിച്ചവരാണെല്ലാം. ജനുവരി 26-നാണ് ഞങ്ങൾ ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. അന്ന് തേക്കങ്കടം മൈതാനിയിലാണ് ഞങ്ങൾ മീറ്റിംഗ് വെച്ചത്. 8 പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 5 പേരും വന്നു. തേക്കങ്കടം മൈതാനിൽ ഇതുപോലെ ഒരു ആൾത്തറമ ഇരുന്നിട്ടാണ് ഇതിനെക്കുറിച്ച് ഒരു രൂപകൽപ്പന ചെയ്തത്. കേക്ക് മുറിച്ചും റാലി നടത്തിയുമായിരുന്നു ആഘോഷം. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇനി 2028 അടുത്ത ജന്മദിനത്തിൽ കാണാമെന്ന ഉറപ്പിൽ എല്ലാവരും മടങ്ങി. സുനിൽകുമാറിനൊപ്പം ഷഫീഖ് ലയോളത്ത്, മനോരമ ന്യൂസ്. നമ്മൾ ഭൂരിഭാഗം ആളുകളും എല്ലാ വർഷവും ബർത്ത്ഡേ ആഘോഷിക്കാറുള്ളവരാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഫെബ്രുവരി 29 എല്ലാ വർഷവും ഈ തീയതി ഇല്ല. ഫെബ്രുവരി 29 ജനിച്ച കുറച്ച് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ വർഷവും ബർത്ത്ഡേ ആഘോഷിക്കാനായി പലപ്പോഴും പറ്റാറില്ല. 4 വർഷത്തിലൊരിക്കലാണല്ലോ ഈ തീയതി വരുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ള കുറച്ച് ആളുകളുണ്ട്. ഇവരെല്ലാം ഫെബ്രുവരി 29 ജനിച്ചവരാണ്. പല വർഷങ്ങളിലായാണെന്നുള്ളൂ, പക്ഷെ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഫെബ്രുവരി 29 നമ്മോടൊപ്പം ആ ഒരു കൂട്ടരാണ് ഉള്ളത്. അവരുടെ വിശേഷങ്ങളും അവരുടെ കാര്യങ്ങളും എല്ലാം തന്നെയാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. ചേട്ടൻ ഷാജി ചേട്ടാ, എങ്ങനെയാണ് ചേട്ടൻ 29 ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ച്, എന്നെയൊക്കെ സംബന്ധിച്ച ഒരു കൗതുകം നിറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ കൗതുകം മാത്രമായിരിക്കില്ല. എങ്ങനെയായിരുന്നു ആ 29 ബർത്ത്ഡേ? ഇപ്പോൾ മനവേദനയിൽ തുടങ്ങി ആഘോഷിച്ചിരുന്നതാണ് കഴിഞ്ഞ 2020 വരെ. ഇപ്പോൾ ഇരട്ടി മധുരമായി. കാരണം നമ്മളിത് കുറച്ച് നാളായിട്ട് 72-ലാണ് എൻ്റെ ജനനം. അങ്ങനെ ഞാനിത് തുടങ്ങി കുറേ ജനിച്ച ആ കാലഘട്ടം തൊട്ട് ഒരുപാട് ഇങ്ങനെ പലവരിൽ നിന്ന് കുത്തുവാക്കും എല്ലാ വർഷവും ബർത്ത്ഡേ ഇല്ലാത്തവർ എന്നുള്ള ഈ കുഞ്ഞുനാളിലൊക്കെ നമുക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റാത്തത്. അന്നത്തെ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? സ്കൂളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത്. കാരണം എല്ലാ കുട്ടികൾക്കും ഒരു ദിവസം അതിനു വേണ്ടി അവർക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ്, പ്രാർത്ഥന. ഞാൻ ചെയ്യാരം സെൻറ്റ് മേരീസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ചെറിയ സ്വീറ്റ് കുട്ടികൾക്ക് കൊടുക്കലൊക്കെ ഉണ്ടാവും. എല്ലാ വർഷം വട്ടെത്തുമ്പോൾ അവരെന്നോട് ചോദിക്കും, നിനക്ക് ഈ കൊല്ലം ബർത്ത്ഡേ ഇല്ലേ? അപ്പോൾ എനിക്ക് ബർത്ത്ഡേ ഇല്ല, എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ടീച്ചർമാർ തന്നെ പറയും, അവന് 4 കൊല്ലം കൂടുമ്പോഴുള്ള ബർത്ത്ഡേ ഉള്ളൂ. അപ്പോൾ അത് ശരിയാവില്ലല്ലോ, അവൻ ഞങ്ങളെല്ലാവരും മിഠായി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും മിഠായി വേണമെന്ന് പറയും. അപ്പോൾ നിർബന്ധിതമായിട്ടുള്ള ഫെബ്രുവരി 28 അല്ലെങ്കിൽ മാർച്ച് 1 അങ്ങനെ ഒരു ജനന കൃത്യമായിട്ടില്ലാത്തൊരു ഡേറ്റിലാണ് 3 വർഷം ആഘോഷിക്കുക. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് എല്ലാ വർഷവും ഞങ്ങൾക്ക് വയസ്സ് കൂടും. നിങ്ങളെ സംബന്ധിച്ച് 4 വർഷത്തിലൊരിക്കലും 4 വർഷം കൂടുമ്പോൾ ഒരു വയസ്സ് കൂടുള്ളൂ. അപ്പൊ ചെറുപ്പാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഈ കുട്ടിക്കാലത്തും ഓരോരുത്തർക്കും ഓരോ കാലഘട്ടമാണല്ലോ. ഇപ്പൊ ഇവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിനെ പോലെ ആയിരിക്കില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയാണ് നിങ്ങളൊക്കെ ഫീൽ ചെയ്തത്? നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബർത്ത്ഡേയുടെ അന്ന് കളർ ഡ്രസ്സ് ഇടാം, നമുക്കത് പറ്റില്ല. പിന്നെ അന്ന് മിഠായി കൊണ്ടുവരുന്നവർക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. കാരണം ഇവരൊക്കെ ഇപ്പോൾ മിഠായി ഉണ്ട്, ആളുടെ കയ്യിൽ പാക്കറ്റ് മിഠായി ഉണ്ടല്ലോ. അപ്പോൾ ഭയങ്കര വലിയ സെറ്റപ്പ് പോലെ രാജാവ് പോലെയാണ് നടക്കുക. പിള്ളേർ ഫ്രണ്ട്സും എല്ലാവരും പിന്നാലെ ഉണ്ടാവും മിഠായി ഇട്ടാൽ. നമുക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പിന്നെ അതൊരു വിഷമം ഉള്ളൊരു ഭാഗം. പിന്നെ നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കുകയാണ്, നമ്മൾ ചിലവൊന്നുമില്ലല്ലോ, ഫാദർക്കൊരു ലാഭം ഉണ്ടാക്കി കൊടുത്തു. ചേട്ടൻ എങ്ങനെയാ? ആളുടെ ആയാലും എൻ്റെ ആയാലും എൻ്റെ മകനും ആളുടെ മകനൊക്കെ, മകന് 10 വയസ്സാണ്, ആളുടെ മകന് 10 വയസ്സാണ്. ഞങ്ങൾക്ക് 10ാമത്തെ പിറന്നാളാണിത്. അവർക്ക് എല്ലാ വർഷവും, മക്കൾക്ക് എല്ലാ വർഷവും ഉണ്ട്. നമുക്ക് 4 കൊല്ലം. മക്കൾക്ക് ഈ വർഷം 10 വയസ്സാണ്. ഞങ്ങൾക്കും 10ാമത്തെ പിറന്നാളാണ് ഞങ്ങളുടേത്. ചേച്ചിക്ക് എങ്ങനെയാണ് ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളും മറ്റു കാര്യങ്ങളും? ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 4 വർഷത്തിലൊരിക്കലല്ലേ. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള പോലെ നമുക്ക് ഇതായിരിക്കണം മാത്രം. നാള് നോക്കുന്നവരുണ്ടോ ചിലര്? ചേച്ചി എങ്ങനെയാ നോക്കാറ്? ഞാൻ നാളെ നോക്കാറുണ്ട്. അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്തൊരു നാള് നോക്കി രക്ഷപ്പെടുത്തും. നാളെ നോക്കിയിട്ട് പിറന്നാൾ ആഘോഷിക്കും. എൻ്റെ വൈഫാണ്. ആൾക്ക് 4 കൊല്ലം കൂടുമ്പോഴാണ്. അപ്പോൾ ആളോട് പറയാം 4 കൊല്ലം കൂടുമ്പോഴേ ചലിപ്പുള്ളൂ എന്ന് പറയും, അപ്പളത്തെ ഉള്ളൂ എന്ന് പറയും. ഞാൻ കളിയാക്കും. അതെ, ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ 4 കൊല്ലം കൂടുമ്പോൾ കൊടുത്താൽ മതിയല്ലോ, ചെലവില്ലല്ലോ, എല്ലാ കൊല്ലവും ചോദിക്കില്ല, അങ്ങനെ പറഞ്ഞ് കളിയാക്കും. അപ്പൊ അങ്ങനെയാണ് ഇവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ചേട്ടൻ്റെ ആരാണ്? എൻ്റെ കൊച്ചുമോളാണ് നാളെ ബർത്ത്ഡേ ആണ്. അവളുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. 4 വർഷം കഴിഞ്ഞിട്ടാണ്, 4 വയസ്സായി. ശരിക്കും ജനിച്ചിട്ട് 4 കൊല്ലം കഴിഞ്ഞു. പക്ഷേ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ത്രില്ലിലാണ്. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. 4 വർഷമായിട്ടും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ലേ? ശരിക്കും അല്ല, ഞങ്ങൾ ബർത്ത്ഡേ ഞങ്ങൾ നാളെ നോക്കിയിട്ട് ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. എന്തായാലും
എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഇവർക്ക് ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വകയും മാതൃഭൂമി ന്യൂസിൻ്റെ വകയും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. ഇന്നിപ്പോൾ 29ആണ്. 4 വർഷം കൂടുമ്പോഴാണ് പലരും ഇന്നിപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ട കൂട്ടായ്മയുടെ വിശേഷങ്ങളൊക്കെ? തീർച്ചയായും ലീപ് ഇയർ കൂട്ടായ്മ ഇത്തവണയാണ് ആദ്യമായി, എനിക്ക് തോന്നുന്നു കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മറ്റൊരിടത്തും തന്നെ ഇത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, മറ്റെവിടെയും കേരളത്തിൽ ഇത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടായിട്ടില്ല. അവരുടെ ഒരു കൂട്ടായ്മ ആദ്യമായി ഒരു ഒന്നിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് ബർത്ത്ഡേ ദിവസം തന്നെ ഒന്നിക്കുന്നു. അതുപോലെ തന്നെ വിപുലമായ പരിപാടികൾ തൃശ്ശൂരിൽ ഇത് സംബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. അതായത് ഒരു ബർത്ത്ഡേ ഘോഷയാത്ര, അതിനോടൊപ്പം തന്നെ ആദ്യം ഈ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരാളൊരു പോസ്റ്റ് ഇടുന്നു, ഈ ഫെബ്രുവരി 29-ാം തീയതി ബർത്ത്ഡേ ഉള്ള ആളുകൾ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് പിന്നീട് അത് വൈറലാകുന്നു, ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു. അങ്ങനെ കഴിഞ്ഞ 26-ാം തീയതി തൃശ്ശൂരിലൊരു ഇവരുടെ എല്ലാം തന്നെ ഒരു കൂട്ടായ്മ, ഒരു പ്രാഥമിക യോഗം ചേർന്നു. അങ്ങനെയാണ് വലിയൊരു ഒത്തുചേരൽ ഈ 29-ാം തീയതി, അതായത് ഇന്ന് നടത്താമെന്ന് ഇവർ തീരുമാനിച്ചത്. അങ്ങനെ ഇന്നിപ്പോൾ സാഹിത്യ അക്കാദമി ഹാളിൽ അവരുടെ ഒരു വലിയ കൂട്ടായ്മ നടക്കുകയാണ്. അവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ്മ. അതെന്തായാലും ഒട്ടേറെ അതിൽ സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് നമ്മളോട് ഈ സംസാരിച്ച ആളുകളെല്ലാവരും തന്നെ പറഞ്ഞത്. ഇന്ന് വൈകുന്നേരം ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് മുൻപിലേക്ക് എത്തിക്കുമെന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മളെല്ലാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, 29-ാം തീയതി ബർത്ത്ഡേ ആയാൽ അതെങ്ങനെയാണ് ആഘോഷിക്കുക എന്നുള്ളത്. അതാണ് അവർ പറഞ്ഞത്. അതായത് ചിലർ 28-ാം തീയതി ആഘോഷിക്കും, ചിലർ 1-ാം തീയതി ആഘോഷിക്കും, ചിലർ ആഘോഷിക്കാറേ ഇല്ല, മറ്റു ചിലരാകട്ടെ നാള് നോക്കി ആഘോഷിക്കും. അങ്ങനെയെല്ലാം അതിനോടൊപ്പം തന്നെ ഇവർ അനുഭവിച്ചൊരു മാനസിക വിഷമം കൂടിയുണ്ട്. ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ പലരും ഈ ബർത്ത്ഡേ ദിവസം കുട്ടികൾക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകുന്നു. അതിനോടൊപ്പം തന്നെ മിഠായിയൊക്കെ എല്ലാവർക്കും നൽകുന്നു. ആ ഒരു സമയത്ത് തങ്ങൾക്ക് മാത്രം എല്ലാ വർഷവും ഈ ഒരു ദിവസം ഇല്ലാതായി പോകുന്നതിൻ്റെ ഒരു സങ്കടം പലർക്കുമുണ്ട്. അത് ആ കൂട്ടായ്മയിൽ എല്ലാവരും തന്നെ അത് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പങ്കുവെച്ചത്. എന്തായാലും അവരുടെ എല്ലാം തന്നെ ഒരു കൂട്ടായ്മ ഇന്ന് ഇപ്പോൾ തൃശ്ശൂരിൽ ഒത്തുകൂടുകയാണ്. ക്യാമറമാൻ സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.